ഹലോ ഗൈസ്, പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്നെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വെച്ചു. എൻ്റെ കുറച്ച് ഡൗട്ടുകളും കാര്യങ്ങളൊക്കെയാണ്. സോ നമ്മൾ ആദ്യ ഒരു സ്ഥലത്തോട്ട് പോവുകയാണ് കേട്ടോ. നമ്മളവിടെ പോയി ഇരുന്നിട്ടായിരിക്കും സംസാരിക്കാൻ പോണത്. എന്താ ഹെൽമെറ്റും സാധനമൊക്കെ എടുത്തിട്ട് വണ്ടി എടുത്തെത്തി. ഓക്കെ, കേൾക്കണ്ടോന്ന് അറിയില്ല. റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി അവിടെ പോയിട്ട് സംസാരിക്കാം. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് ഈ സ്ഥലത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇത് വളരെ സൂപ്പറായിട്ടുള്ളൊരു സ്ഥലമാണ്. നമുക്ക് ഇങ്ങനെ എൻജോയ് ചെയ്ത് ഇങ്ങനെ ഇരിക്കാൻ പറ്റും. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എന്താ ഇവിടെ ഒന്നല്ല, ഇതിൻ്റെ ഇപ്പുറത്താണ് കളി. ഒരു വാട്ടർ ബോഡി ഉണ്ട്, ഒരു കുളം, കുഞ്ഞൊരു കുളം. യെസ്. അപ്പോൾ ഇവിടെ വന്നിങ്ങനെ ഇരുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കണം തോന്നി. അപ്പോൾ അതിനുവേണ്ടി ചെയ്യുന്നൊരു കുഞ്ഞൊരു വീഡിയോ ആണിത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പേര് ഡോക്ടർ ഫ്രാങ്ക്ലിൻ സണ്ണി. ഞാനൊരു ഡെൻ്റൽ സർജനാണ്. ഓക്കെ, അപ്പം ഞാൻ കുറച്ചായി ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. അപ്പം ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡാണ് എന്ത് ചെയ്യണം, എന്ത് കണ്ടൻറ്റ്സ് ചെയ്യണം എന്നിപ്പോൾ. എൻ്റെ ചാനൽ തുടക്കം തൊട്ട് അല്ലെങ്കിൽ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും, ഞാൻ മിക്സഡ് ആയിട്ടുള്ളൊരു കണ്ടൻറ്റാണ് ചെയ്യുന്നത്. ഇപ്പോൾ പൊതുവേ യൂട്യൂബിൽ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ മിക്ക ആൾക്കാരും പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു നിഷ് അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിനോട് സ്റ്റിക്ക് ചെയ്തിട്ട് ചെയ്യണം. അപ്പോഴാണ് കൂടുതൽ റീച്ച് കിട്ടുക, കൂടുതൽ ഫോളോവേഴ്സ് ഉണ്ടാവും എന്നൊക്കെ പറയണം. അപ്പോൾ സംഭവം മിക്ക യൂട്യൂബേഴ്സും, പ്രത്യേകിച്ച് ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സൊക്കെ, അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള, അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് അല്ലെങ്കിൽ ഒരു മേഖലയിൽ പോയിട്ട് അവരെന്ത് ചെയ്യും, അവരനുസരിച്ച് വീഡിയോസ് ചെയ്യും. അപ്പോൾ അവർക്കത് ഇൻട്രസ്റ്റിങ്ങും ആണ്, അവർക്ക് സന്തോഷത്തോടെ ചെയ്യാനും പറ്റും. അങ്ങനെ ഒരു സെറ്റപ്പിലാണ് അവർ വീഡിയോ ചെയ്യണം. അപ്പോൾ അവർക്ക് എന്താ പറയുക, ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് സെറ്റ് ഓഫ് ഫോളോവേഴ്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് മിക്ക യൂട്യൂബേഴ്സും ഇങ്ങനെ കയറി വരുന്നത്. നടന്നിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചു. അപ്പം എൻ്റെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് എൻ്റെ ഇൻട്രസ്റ്റ് കുറേ കാര്യങ്ങളാണ്. എനിക്ക് കുറേ കാര്യങ്ങൾ ഇൻട്രസ്റ്റ് ഉണ്ട്, കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാം കൂടി എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് അങ്ങനത്തെ ഒരു കൺഫ്യൂഷനിലാണ് അതാണ് ഈ വീഡിയോ ചെയ്യണത്. ഓക്കെ, അപ്പം ഒബ്വിയസ്ലി ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഞാനൊരു ഡെൻ്റൽ സർജനാണ്, അല്ലെങ്കിൽ സാധാരണക്കാരുടെ ഭാഷയിൽ പറഞ്ഞൊരു ഡെൻറ്റിസ്റ്റാണ്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡെൻറ്റിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വർക്ക് ചെയ്യാനും പേഷ്യൻസിനെ ഡീൽ ചെയ്യണം, ആ ഒരു മേഖല ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എൻ്റെ ചാനലിൽ മുന്നേ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനെക്കുറിച്ച് കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് വരുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം. അപ്പോൾ അതൊരു ടോപ്പിക് ഉണ്ട്. ഇതൊന്നും പോരാത്തതിന് എനിക്ക് തൊട്ട് ഇറങ്ങിയ വീഡിയോസൊക്കെ നോക്കുകയാണെങ്കിൽ എൻ്റെ ബൈക്ക് റിലേറ്റഡ് വീഡിയോസ്, എനിക്ക് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്. ബൈക്കിൽ ഞാനൊരു മോട്ടോ എന്തൂസിയാസ്റ്റാണ്. അപ്പോൾ ബൈക്ക്, ട്രാവൽ, മോട്ടോർ സൈക്കിൾസ് അല്ലെങ്കിൽ കാർസ്, അങ്ങനത്തെ ഒരു ടോപ്പിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ എന്നെ പേഴ്സണലായിട്ട് അറിയുന്നവർക്ക് അറിയാം, ഞാനൊരു ഗിറ്റാറിസ്റ്റാണ്, ഞാനൊരു മ്യൂസീഷ്യനാണ്, വലിയൊരു മ്യൂസിക് എന്തൂസിയാസ്റ്റാണ്. ഞാൻ ആക്ച്വലി എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ ഗിറ്റാറിൽ പാട്ട് വെച്ചിട്ടുണ്ടാവും, ഷോർട്സ്. അപ്പോൾ അങ്ങനെ രീതിയിലുള്ളൊരു എന്താ പറയുക, കണ്ടൻസ് ഇറക്കണോ എന്നും എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അത് വേണോ, അങ്ങനത്തെ ഒരു കൺഫ്യൂഷനിലാണ് ഇപ്പോൾ. പിന്നെ അതുപോലെ തന്നെ എനിക്ക് സ്പോർട്സ് ഇഷ്ടമാണ്, പിന്നെ ആർട്സ് ഇഷ്ടമാണ്. ഞാൻ വരയ്ക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇങ്ങനെ കുറേ ഐറ്റംസ് ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട, അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് വേറെ ഇഷ്ടമുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ്. ഭയങ്കര ആഗ്രഹമുള്ള സംഭവമാണ്, ഇഷ്ടമാണ് അത്. പക്ഷെ എനിക്ക് എന്താ പറയുക, ലൈഫ് സ്റ്റൈലല്ല, എന്നാലും ഞാൻ ചില വ്ളോഗ്സൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ വ്ളോഗിങ് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. അത് ഞാൻ അങ്ങനത്തെ കണ്ടൻറ്റാണോ വേണ്ടത്? യെസ്, ഞാൻ കൺഫ്യൂസ്ഡ് ആണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന എല്ലാവരും ഇതിനെക്കുറിച്ച് മസ്റ്റായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് തോന്നുന്നത് എന്താണ്? എൻ്റെ വീഡിയോസിന് മുന്നേ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യുക. ഫുള്ള് കാണുമെന്ന് ഞാൻ പറയില്ല, ജസ്റ്റ് ഒന്ന് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്യുക, ഒന്ന് പറയുക. ഇതാണ് ബ്രോയ്ക്ക് കുറച്ച് ബെറ്റർ,
അതാണ് കുറച്ചുകൂടി ബെറ്റർ, അതിൽ ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. അതെനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. ഞാനൊരു കുഞ്ഞൊരു വീഡിയോ ഒരു കുറച്ച് മിനിറ്റ്സ് മാത്രം വേഗം പറഞ്ഞിട്ട് വീഡിയോ നിർത്തണമെന്ന് വിചാരിക്കുന്നു. സോ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു. സോ നിങ്ങളുടെ കമൻസിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യും. ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.